പൊന്നാറിന്റെ ചങ്കള. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. രാവിലെ തന്നെ അർബാബിന് വണ്ടിയൊക്കെ ഒന്ന് കഴുകി കൊടുക്കാന്ന് വിചാരിച്ചിറങ്ങിയത് പുറത്ത്. പക്ഷെ മൂപ്പര് വണ്ടി കാണാനില്ല. നൈറ്റ് ഡ്യൂട്ടി വന്നിട്ടുണ്ട്. മൂപ്പർക്ക് വന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ രാവിലെ ആയിരിക്കും വരുന്നത്, അല്ലെ രാവിലെ നീച്ചെങ്കിലും കൊണ്ടും അറിയില്ല. ഇതാണ് നമ്മൾ ഓടിക്കുന്ന വണ്ടി. നമ്മളെ നാടത്തിന് പുറത്ത് പോകണമെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുന്ന വണ്ടിയാണ്. രാവിലെ എണീറ്റിട്ടുള്ള കോലം കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട. ഞാനിപ്പോൾ ഒരുങ്ങി ഇറങ്ങി കഴിഞ്ഞാൽ ആനവായിലെ മമ്മൂട്ടിയെ പോലെ അത് നോക്കണ്ട. ഇത് ആണ് നമ്മൾ ഓടിക്കണ വണ്ടി. അത് പിന്നെ ഇടയ്ക്കൊക്കെ എടുക്കുള്ളൂ, കാരണം വലിയ ഡെയിലി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഒന്ന് കുളിച്ചു കൂട്ടപ്പനാക്കി ഇട്ടതാണ്. അപ്പോൾ വണ്ടി ഇപ്പോൾ ടൊയോട്ടൻ്റെ ലാൻഡ് ക്രൂസറാണ്. അപ്പോൾ നമുക്ക് രാവിലത്തെ ഫുഡ് വന്നിട്ടുണ്ട്. രാവിലത്തെ എന്താ ഫുഡ് വന്നത് നോക്കാം നമുക്ക്. വണ്ടിയൊക്കെ കഴുകി സെറ്റാക്കിയിട്ട് വന്നിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ. പക്ഷേ ഇതെന്താ അതിൻ്റെ ഉള്ളിൽ മുട്ടയാണ്, മുട്ട. അപ്പോൾ കുബൂസും മുട്ടയുണ്ട്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അത് കഴിക്കാം. പരിപാടി എന്താ വെച്ചെങ്കിൽ കുറച്ച് ഡ്രസ്സ് ഇറക്കാണ്ട്. അപ്പോൾ അത് നമ്മൾ ചെറിയൊരു വാഷിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ അതിൽ ഇട്ടിട്ട് നമ്മൾ ഡ്രസ്സ് ഇറക്കി കൊണ്ടിരിക്കണം. കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് വേണം ഞാൻ പള്ളിയിൽ പോകാൻ. അപ്പോൾ അങ്ങനെ പള്ളിയിൽ പോവാണ്. പള്ളിയിലേക്ക് കുറച്ച് ഇവിടെ നിന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ നടന്നിട്ട് പോവാം. ഈ കോലം കണ്ടിട്ട് പള്ളിക്ക് തന്നെയാണോ എന്ന് ചോദിക്കേണ്ടത്. കാരണം നല്ല ചൂടാണ്. കണ്ണടക്കി വെച്ചിട്ട് പുറത്തിറങ്ങും, അല്ലെങ്കിൽ ആകെ കണ്ണിൻ്റെ കിളി മാറും. അതുകൊണ്ടാണ് നടന്നിട്ട് പോകണം. അപ്പോൾ അതാണ് നമ്മൾ പോകുന്ന പള്ളി. നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന പള്ളിയാണത്. പിന്നെ അപ്പോൾ താമസിക്കുന്ന വീട് റൂമിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് തന്നെ ഉള്ളൂ, കുറച്ച് നടക്കണം. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തിയിരിക്കുന്നു. വലിയ ചെറിയൊരു ഈത്തപ്പഴത്തിൻ്റെ മരമുണ്ട്. അവിടെ ഈത്തപ്പഴം ചെറുതുണ്ട്, പക്ഷേ ഇത് കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലുള്ള ഈത്തപ്പഴമായിട്ട് ആയിട്ട് വരുന്നുള്ളൂ തോന്നുന്നുണ്ട്. അങ്ങനെ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടോ നമ്മൾ നേരെ റൂമിലേക്ക്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഉച്ചക്കലത്തെ ഫുഡ് വന്നിട്ടുണ്ട്. എന്താണ്, മജ്ബൂസാണ്. ചിക്കൻ മജ്ബൂസാണ്. പിന്നെ ഒരു ഇതേപോലത്തെ ഒരു യോഗട്ട് ഉണ്ട്, തൈര്. അപ്പം ഒന്ന് ആരുമില്ലട്ടൊന്ന് ഞാൻ ഒറ്റക്കാണ് ഗൈസ്. ഒന്ന് ആരുമില്ല കൂടെ കഴിക്കാം. അപ്പോൾ ശരി, ഞാനത് ഫുഡൊന്ന് കഴിച്ച് തീർക്കട്ടെ. ഓക്കെ, നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചില്ലേ? എല്ലാവരും പോയി വെള്ളം നിറച്ച് ഫുഡ് കഴിച്ചിട്ട് പോയി. അൽഹംദുലില്ലാഹ്, അങ്ങനെ വെള്ളം നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ഇരിക്കുകയാണ്. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം. പറച്ചിലായിട്ട് തോന്നുന്നു ഇതുവരെ റെസ്റ്റ് ഒന്നും ഇല്ലാതൊക്കെ. റെസ്റ്റ് തന്നെ, ഒരു ഇതൊന്നും റെസ്റ്റ് തന്നെ. പണിയൊക്കെ വളരെ കുറവുള്ളത് അറിയാലോ. ഇവിടെ പണി വളരെ കുറവാണ്. ഇനിയിപ്പോൾ അടുത്ത പോകുന്നിടത്ത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഉള്ളിടത്ത് പണിയില്ല. നമുക്ക് പണി വേണമെന്നൊന്നുമില്ല. പണിയില്ലെങ്കിൽ നമുക്ക് ശമ്പളം കിട്ടിയാൽ മതി. നമുക്ക് അത്രേ ഉള്ളൂ. നമുക്ക് ആ പരിഭവമില്ല, പരാതി ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ശമ്പളമാണല്ലോ നമുക്ക് കിട്ടേണ്ടത്. പണി നമുക്ക് മുഖ്യമല്ല, ശമ്പളം അതാണ് നമുക്ക് മുഖ്യം. പിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഒക്കെ സെറ്റായി. ഇപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അപ്പോൾ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.